കാടും മലയും കയറി മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്യമൃഗങ്ങളെയും കണ്ടൊരു ട്രിപ്പ് പോയാലോ? അതും ഭൂമിയുടെ ഒരു അറ്റത്തേക്ക് ഫാമിലിയായിട്ട്. മൂന്നാറിലെ വട്ടവടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. മാങ്കുളം റൂട്ടിലൂടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ ചെന്നിട്ട് മൂന്നാറിൽ നിന്ന് വട്ടവട വരെയുള്ള റൂട്ടിലെ കുറേ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ ചെന്നിട്ട് അവിടുന്ന് കൊടൈക്കനാലിലേക്ക് കാട്ടിലൂടെയുള്ളൊരു പഴയ റോഡ്, എസ്കേപ്പ് റൂട്ട്, 35 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഈ ഫോറസ്റ്റ് റോഡിലൂടെ ഫാമിലിയായിട്ടൊരു ട്രിപ്പ്. തിരിച്ച് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വട്ടവടയിൽ വന്നിട്ട് അവിടെ കോവിലൂർ റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് വട്ടവട മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ കിട്ടുന്നത്. നമ്മുടെ ഈ കോവിലൂർ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡും കിടക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരുപാട് യൂട്ടിലിറ്റി സ്പേസും കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ആയിട്ട് നല്ല ഒരു ഒന്നാന്തരം റിസോർട്ട്. ഇവിടുന്ന് രാവിലെ ഒരു ജീപ്പൊക്കെ എടുത്തിട്ട് വട്ടവട മുഴുവൻ കറങ്ങി കാണാൻ വേണ്ടി പോകുന്നുണ്ടേ. പിന്നെ മൂന്നാർ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് കറങ്ങാനുള്ളത്, മൂന്നാറിനെ ഒരു 5 ഭാഗമായിട്ട് അല്ലെങ്കിൽ 5 റൂട്ടായിട്ട് തിരിച്ചാൽ ഏതൊക്കെയാണ് അതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവൻ കാണുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ വട്ടവടയിലാണ് ഉള്ളത് കേട്ടോ. വട്ടവടയിൽ നമ്മുടെ ഇവിടെ ഒരു റിസോർട്ടിൽ, കോവിലൂർ റിസോർട്ടിലൊക്കെ വന്ന് തങ്ങി വട്ടവട ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ. ഇത്തവണത്തെ മൂന്നാർ യാത്ര നമ്മളൊന്ന് മാറ്റി പിടിച്ചു. നമ്മൾ മൂന്നാർ പോകാൻ വേണ്ടിയിട്ട് അടിമാലി വന്നിട്ട് അടിമാലിയിൽ നിന്ന് കല്ലാറ് എത്തി അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് മാങ്കുളം റൂട്ടിൽ കയറി കേട്ടോ. അവിടുന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകാനാണ് പ്ലാൻ. അവിടെ ഒരു ചെറിയ കാട്, അതിനകത്ത് ഒരു മ്ലാവ് നിൽക്കുന്നുണ്ടോ. കുറ്റിക്കാട്ടിലാണ്, ശരിക്കും കാണത്തില്ല. ആദ്യം വിചാരിച്ചു പാറയായിരിക്കുന്നേ, പിന്നെ അനങ്ങുന്ന കണ്ടപ്പോഴാണ് മ്ലാവാന്ന് മനസ്സിലായത്. നമ്മൾ മാങ്കുളം റൂട്ടിൽ, അതായത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണേ. ഫുള്ള് കിടുക്കൻ തേയിലത്തോട്ടങ്ങളും നല്ല മഞ്ഞും. തേയിലത്തോട്ടത്തിനകത്തൂടെ കോടമഞ്ഞടിച്ച് കയറി പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. എന്നതാ കുഞ്ഞാ, ഈ കോടയാണോ? ഭയങ്കര കോടയാ? കോടയോട് കോട അല്ലേ? മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ മൂന്നാറിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. പ്രധാനമായിട്ട് നമ്മൾ മൂന്നാറിനെ ഒരു 4 or 5 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൂട്ടുകളായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് സ്റ്റേഷനും മാട്ടുപ്പെട്ടിയും കുണ്ടല ഡാമും അതുപോലെ വട്ടവടയൊക്കെ വരുന്ന നമ്മുടെ വട്ടവട റൂട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു റൂട്ടാണ് നമ്മുടെ മറയൂരും ലക്കം വാട്ടർഫോൾസ്, അല്ലെങ്കിൽ ചിന്നാർ കാന്തല്ലൂരൊക്കെ വരുന്ന മറയൂർ ഏരിയ അല്ലെങ്കിൽ മറയൂർ റൂട്ട്. പിന്നെ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റും മാങ്കുളവും ആനക്കുളവും ഒക്കെ വരുന്ന മാങ്കുളം ഏരിയ, അതുപോലെ തന്നെ റിപ്പിൾ വാട്ടർഫോൾസ് ഒക്കെ വരുന്ന ആനച്ചാൽ ഏരിയ. പിന്നെ ഒരു റൂട്ടുള്ളത് നമ്മുടെ ഗ്യാപ്പ് റോഡും സൂര്യനെല്ലിയും ചിന്നക്കനാലും നമ്മുടെ മീശപ്പുലിമല കൊളുക്കുമല ആ ഏരിയ ഒക്കെ വരുന്ന നമ്മുടെ ചിന്നക്കനാൽ റൂട്ട്. അപ്പം ഇത്രയും ഒരു 4-5 ഭാഗങ്ങളായിട്ട് നമുക്ക് മൂന്നാറിനെ തിരിക്കാം. ഇതിൽ ഓരോ റൂട്ടും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2 ദിവസമെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ മൂന്നാർ മൊത്തം കറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നമുക്ക് സമയം വേണം കേട്ടോ. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്ത് വന്നിട്ട് അവിടെ കറങ്ങി പോകാനേ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞതിൽ ഓരോ റൂട്ടും നമ്മൾ വേറെ വേറെ വീഡിയോസായിട്ട് അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് വട്ടവടയ്ക്കാണ്. വട്ടവടയിൽ കോവിലൂർ എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലൊക്കെ താമസിച്ച് വട്ടവട മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഒരു വീഡിയോ കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ വട്ടവട റൂട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്കൊക്കെ അറിയാവുന്ന ഈ ടോപ്പ് സ്റ്റേഷനും മാട്ടുപ്പെട്ടി ഡാമും കുണ്ടല ഡാമും എക്കോ പോയിന്റും ഒക്കെയാണ്. അതുകൂടാതെ വേറെയും ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ട് കയറി പോകാൻ പറ്റും കേട്ടോ. നമുക്ക് മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ടൗണിനോട് ചേർന്ന് തന്നെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള റോസ് ഗാർഡൻ ഉള്ളത്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അത് കയറി കണ്ടിട്ട് നേരെ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം വരുന്ന കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും അവിടെ കുതിര സഫാരിയും അല്ലെങ്കിൽ പിന്നെ ഷൂട്ടിങ്ങും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കുറേ ഷോപ്പുകളും ഒക്കെ ആയിട്ട് ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് അടിച്ച് തരുന്ന സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊരു നല്ല സ്പോട്ടാണ്. അത് റോഡിൽ തന്നെയാണ്, നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുവാണെങ്കിൽ അവിടെ കർമ്മലഗിരി ബൊട്ടാനിക്കൽ ഗാർഡനും അതുപോലെ തന്നെ കർമ്മലഗിരി എലിഫൻറ്റ് പാർക്കും ഉണ്ട്. കർമ്മലഗിരി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആ ഒരു 2 പോയിന്റുകളാണ് കേട്ടോ ഇത് രണ്ടും. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ മാട്ടുപ്പെട്ടി ടീ ഫാക്ടറിയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എക്കോ പോയിന്റിൽ നമുക്ക് അവിടെ താഴെ ഇറങ്ങി ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളും നമ്മൾ പരമാവധി നേരത്തെ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പ്രത്യേകിച്ച് വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ ആ ഏരിയയിൽ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോരുവാണെങ്കിൽ
ഇൻഡോസ്യൂസ് ഫാം ഉണ്ട്, അതായത് KLDBയുടെ കാറ്റിൽ ഫാമാണ് അടുത്തത് വരുന്ന വിശാലമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ പുൽമേടെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മളെപ്പോൾ പോയാലും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എലഫൻറ്റ് വ്യൂ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാട്ടാനകൾ ഈ ഏരിയയിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കാട്ടാനകൾ വരുന്ന ഒരു പുൽമേടാണ് പിന്നെയുള്ളത്. അപ്പം മിക്കപ്പോഴും പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെയാണ് കൂടുതലും. ഈ ഒരു റൂട്ടിൽ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മിക്കവാറും ആനയെ കിട്ടാറുണ്ട്. ഞാൻ ഇതുവരെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ആകെ 1-2 പ്രാവശ്യം ആനയെ കാണാതെ ഇവിടുന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ നമ്മൾ റോഡിലൂടെ ഓടിച്ചു പോയാൽ മിക്കവാറും കാണത്തില്ല. സൈഡിലൊക്കെ നോക്കി ഈ പുൽമേട്ടിലാണ് മിക്കവാറും ഉണ്ടാവാറുള്ളത്. അപ്പം ഒന്നുകിൽ റോഡിന് മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ഈ താഴെയുള്ള പുൽമേട്ടിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആനയെ കണ്ടിട്ട് അവിടെ ഇറങ്ങി നിൽക്കുകയൊന്നും ചെയ്യരുത്, അത് അപകടമായിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയിൽ ഇരുന്ന് കാണുന്നതായിരിക്കും സേഫ്. പിന്നെ ചില സമയത്ത് അവിടെ ഒരു വാച്ചറെ നിർത്താറുണ്ട്. അപ്പോൾ തിരക്കുള്ള സമയത്താണ് അവിടെ നിർത്താൻ അവർ സമ്മതിക്കത്തുമില്ല. നമ്മുടെ എലഫൻറ്റ് വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുണ്ടല ഡാം എത്തും. കുണ്ടല ഡാമിൽ ഈ പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ബോട്ടിങ്ങും പരിപാടികളും. അതുപോലെ അതൊരു ഹാപ്പനിങ് ഏരിയ ആണ്. അപ്പം നല്ല ഭംഗിയുള്ളൊരു ചെറിയ ഡാം കേട്ടോ കുണ്ടല ഡാം. അപ്പോൾ ആ റൂട്ടിൽ അങ്ങനെ 2-3 സ്പോട്ടിലായിട്ട് എലഫൻറ്റ് വ്യൂ പോയിന്റ്സും എക്കോ പോയിന്റും ഒക്കെ ഉണ്ട് ഈ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലപ്പെട്ടി. ഇത് നോക്കി, നമ്മൾ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണേ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളും അതുപോലെ കണ്ടില്ലേ താഴെ ഒരു ചെറിയ വില്ലേജൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ ചെറിയ കൃഷി ഇടങ്ങളൊക്കെ കാണാം. നമ്മുടെ വട്ടവടയിലൊക്കെ കാണുന്ന പോലെ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളിവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഇതങ്ങനെ വഴി സൈഡിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ മെല്ലെ യാത്ര തുടരാൻ പോവുകയാണേ. അപ്പം അതും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷൻ കിട്ടുന്നത്. ടോപ്പ് സ്റ്റേഷൻ അറിയാമല്ലോ, വളരെ മൂന്നാറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ടോപ്പ് സ്റ്റേഷൻ. ഭയങ്കര ഹൈയിലുള്ളൊരു സ്ഥലവും അവിടുന്ന് താഴേക്ക് കുറച്ചിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ പോയിന്റും ഒക്കെയാണ് ടോപ്പ് സ്റ്റേഷനിൽ കാണാനുള്ളത്. അങ്ങനെ ടോപ്പ് സ്റ്റേഷനും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു റൂട്ടിലെ, അത് പാമ്പാടും ഷോല നാഷണൽ പാർക്കാണ്. കാടാണല്ലോ നമ്മുടെ മെയിൻ ഏരിയ, അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെയും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ട്രക്കിങ്ങും നേരത്തെ ഒരു ബഗ്ഗി റൈഡൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് എന്താ പറയണ്ടേ എക്കോ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്കിലുണ്ട്. ഈ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് കാട്ടിനകത്തൂടെ ഡ്രൈവ് ചെയ്ത് വേണം നമുക്ക് വട്ടവടയിൽ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വട്ടവടയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കാണാനുള്ളതെന്നുള്ളത് നമ്മൾ വഴിയെ എക്സ്പ്ലോർ ചെയ്യാം. കാരണം വട്ടവട എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നമ്മൾ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൽ കയറുന്ന ഇവിടെ റിസപ്ഷൻ്റെ അവിടെ നിന്ന് നമ്മൾ ബഗ്ഗി റൈഡ് പോകാം കേട്ടോ. എസ്കേപ്പ് റൂട്ടിലാണ് നമ്മൾ ബഗ്ഗി റൈഡ് പോകുന്നത്. ഇതുകൊണ്ടോ ഇതിലേക്ക് കയറി അകത്തോട്ട് നമ്മുടെ മൂന്നാറിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു റോഡാണ് കേട്ടോ. എസ്കേപ്പ് റോഡ് എന്നുള്ള പേരിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റൂട്ടാണിത്. പക്ഷേ ഇപ്പോൾ ഇത് അടച്ചിട്ടേക്കാണ്, ഫുള്ള് ഫോറസ്റ്റിനകത്തൂടെയാണ്. ഇപ്പോൾ ഫോറസ്റ്റിന് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ക്ലോസ് ചെയ്തിട്ടേക്കാണ്. നമ്മൾ ഇന്നത്തെ കയറിയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തുകൊണ്ട് ഇടയ്ക്ക് കമ്പൊക്കെ വീണ് കിടക്കുന്നുണ്ടോ, എടുത്ത് മാറ്റി നിർത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല കോടമഞ്ഞും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട്, പിന്നെ പോരാ തന്നെ ഷോല ഫോറസ്റ്റ് അല്ലേ, അടഞ്ഞ കാടും കൂടി ആയതുകൊണ്ട് തണുപ്പ് ഒരു രക്ഷയില്ല. ഷോല എപ്പോഴും തണുപ്പും നനവും ഉണ്ടാവില്ല ഇതിനകത്ത്. അതാണ് ഷോല ഫോറസ്റ്റ്. ഇതിനകത്ത് നിന്നല്ലേ ഈ പറഞ്ഞ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗ്രാസ്ലാൻഡ്, ഗ്രാസ്ലാൻഡ് വേണമല്ലേ നമുക്ക് നദികളൊക്കെ വരണമെങ്കിൽ. ഒരു വെള്ളച്ചാട്ടം കണ്ടോ? ഓ ആ ഈ ഫോറസ്റ്റിൽ നിന്നാണല്ലേ. നമ്മുടെ ഈ എസ്കേപ്പ് റോഡിനൊരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അതിന് എസ്കേപ്പ് റോഡ് എന്ന് പേര് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 2ാം ലോകമഹായുദ്ധ കാലത്ത് ജപ്പാന്റെ അധിനിവേശം പേടിച്ചിട്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു റോഡാണിത്. 1942 കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്ക് പണിത റോഡാണ്. ശരിക്കും പറഞ്ഞാൽ ചെന്നൈനെ കണക്ട് ചെയ്തിട്ട് കൊടൈക്കനാൽ വഴി മൂന്നാർ വന്ന്, മൂന്നാറിൽ നിന്ന് കൊച്ചിയിൽ വന്ന് ഷിപ്പ് യാർഡിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട്, ഈ അധിനിവേശം ഉണ്ടായാൽ രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടിയിട്ട് പണിത റോഡാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് എസ്കേപ്പ് റോഡ് എന്ന് പേര് വന്നത് കേട്ടോ. ഇത് ഏകദേശം 81 കിലോമീറ്റർ, അതായത് 50 മൈൽ ദൂരമുണ്ട് ഈ റോഡിന്. ഇത് പണ്ടത്തെ സ്റ്റേറ്റ് ഹൈവേ 18 ആയിരുന്നു കേട്ടോ. പക്ഷേ അതിനുശേഷം 1990 കൂടി ഇത് ക്ലോസ് ചെയ്തു. അതുവരെ ഫംഗ്ഷനിങ് ആയിരുന്നു. നമ്മുടെ തമിഴ്നാട് സർക്കാരും അല്ലെങ്കിൽ കേരള സർക്കാരും തമ്മിലുള്ള ഓണർഷിപ്പ് തർക്കത്തിൻ്റെ പേരിലും പിന്നെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതിരുന്നിട്ടാണ് ഇത് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൈവശത്തിലാണ്. അതായത് പാമ്പാടും ഷോല നാഷണൽ പാർക്കിനകത്തൂടെയാണല്ലോ. അപ്പോൾ കേരള സൈഡ് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബാക്കി ഭാഗം
അങ്ങനെ അതിൻ്റെ ഓണർഷിപ്പിലായതുകൊണ്ട് തന്നെ ഇനി ഇത് തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പിന്നെ ഒരുപാട് വൈൽഡ് ലൈഫ് ഒക്കെയുള്ള ഫോറസ്റ്റിൻ്റെ കോർ ഏരിയ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതിലെ കേരളത്തിൻ്റെ സൈഡിലുള്ള കുറച്ച് ഭാഗത്തേക്ക് എക്കോ ടൂറിസം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന പൊളാരിസ് റൈഡും അതുപോലെ തന്നെ ചെറിയ ട്രക്കിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ മാത്രമേ ഇതിലെ ആൾക്ക് കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പബ്ലിക്കിന് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് ഈ റോഡ്. കാട് ഫുള്ള് കോട കയറി കിടക്കുകയാണേ. അത്യാവശ്യം കാട്ടുപോത്തുകളിയോ ഒക്കെ ആയിട്ട് സൈറ്റിങ്സ് കിട്ടാറുള്ളതാണ്. പക്ഷേ ഈ മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല കേട്ടോ. കോട ഫുൾ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. തന്നെയല്ല മഴയാണ്, ചെറിയ പൊടിമഴ പെയ്യുന്നുണ്ട്. ഇതുണ്ട് ഒരു കരിങ്കുരങ്ങിരിക്കുന്നത്, നീൽഗിരി ലംഗൂർ. പാവം അതിൻ്റെ ഇരിപ്പ് കണ്ടോ, നല്ല തണുത്ത് വിറച്ച് കൂഞ്ഞിക്കൂടിയിരിക്കുന്ന പോലെയുണ്ട് കേട്ടോ. അത്യാവശ്യം മേത്ത് രോമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് ഒരു പരിധിവരെ ഇവരെ എഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ നല്ല തണുപ്പും മഴയും കൂടെയാണല്ലോ. അപ്പം മഴ കാരണമായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നുണ്ട്. പുള്ളി എവിടെയെങ്കിലുമൊക്കെ മഴ നനയാതിരിക്കാനുള്ള സ്ഥലം തപ്പുകയാണെന്ന് തോന്നുന്നു. ടൈഗർ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ. ഏകദേശം എത്ര ടൈഗർ ഉണ്ടെന്ന് അറിയാമോ? ഏകദേശം നിങ്ങൾക്ക് ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ വാച്ച് ടവർ. അതായത് ഇതിന് മേളിൽ കയറുന്ന താഴെ നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതേ മുഴുവൻ കോട കയറി കിടക്കുകയാണ്. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ബഗ്ഗി റൈഡിന് വരാൻ പറ്റുന്നത്. അപ്പോൾ കാടിനകത്തൂടെ സേഫായിട്ടൊരു യാത്ര, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. പ്രത്യേകിച്ച് ഈ കുടമഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര ഒരു കിടിലൻ ഫീലാണ് ഇതിലുള്ള യാത്ര. ആനിമൽ സൈറ്റിങ്സ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ മഞ്ഞുള്ളപ്പം. മഞ്ഞില്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാട്ടുപോത്തുകളെ കാണാൻ സാധ്യതയുണ്ട്. വേറെ അങ്ങനെ വലിയ സൈറ്റിങ്സ് ഇവിടെ കിട്ടാറില്ല കേട്ടോ പൊതുവേ. ഓക്കെ, വ്യൂ പോയിൻ്റ് ഒന്നും കാണത്തില്ലെങ്കിലും താഴോട്ട് നോക്കി വയ്ക്കാം. കാരണം കോടമഞ്ഞ് കാണാം. ഉണ്ടോ, നല്ല പൊടിമഴയും കോടമഞ്ഞും. നല്ല രസമുള്ള കാടാണ് കേട്ടോ. കാരണം ഷോലോ ഫോറസ്റ്റ് എപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത്തവണ വരുന്ന വഴിയിൽ മഞ്ഞ് കയറി കിടക്കുന്ന ഷോലോ ഫോറസ്റ്റാണ് നമ്മൾ കണ്ടത്. ഉണ്ടോ, സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തം മഞ്ഞ് കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ മഴയും പെയ്തു തുടങ്ങുന്നുണ്ട്. വലിയ മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു പോകാം. അനിമൽ സൈറ്റിങ്സ് മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ട് കാര്യമായി ഒന്നും കിട്ടിയില്ല, കുറച്ച് ലംഗൂർസ് അല്ലാതെ. അപ്പോൾ നമ്മൾ ഈ ബഗ്ഗി റൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് പാമ്പാടുംശോല നാഷണൽ പാർക്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ, തിരക്കില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ കാണും. ഇപ്പം മഴക്കാലമായിട്ട് കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ല, ഇത് സ്റ്റോപ്പ് ചെയ്ത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. വെറുതെ ഇവിടെ പോയപ്പോൾ ചോദിച്ചത് ഉണ്ടോയെന്ന്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കയറി 2000 രൂപ കേട്ടോ വണ്ടിയുടെ ചാർജ്. പിന്നെ 4 പേര് വരെയാണ് മാക്സിമം. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ട് എൻട്രി ഫീയും കൂടെ. അപ്പം 4 പേരാണെങ്കിൽ 2120 രൂപ അങ്ങനെയാണ് എൻ്റെ ചാർജ് വരുന്നത്. 2 പേരാണെങ്കിൽ 2060 രൂപ അങ്ങനെ. അതായത് 30 രൂപ എൻട്രി ഫീ ആൾക്ക്, പിന്നെ 2000 രൂപ ഈ വണ്ടിയുടെ ചാർജ്. അങ്ങനെ നമ്മളൊരു കിടുക്കൻ ഫോറസ്റ്റ് റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തിയേ. അങ്ങനെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ എസ്കേപ്പ് റൂട്ടിലൂടെ ഫാമിലിയായിട്ടൊരു യാത്രയൊക്കെ പോയിട്ട് ഒരു പൊളാരിസ് റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പാമ്പാടുംശോല നാഷണൽ പാർക്കിനകത്തൂടെ തന്നെ വട്ടവട റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അതുകൊണ്ട് ഇവിടെ വട്ടവട റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാമ്പാടുംശോല നാഷണൽ പാർക്ക് കാടിൻ്റെ പ്രധാന ഭാഗം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ തെളിഞ്ഞ പുൽമേട്ടിൽ സ്ഥിരമായിട്ട് കാട്ടുപോത്തുകളെ കിട്ടാറുണ്ട് കേട്ടോ. ഈ പുൽമേട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കാണാറുണ്ട്. ചില സമയത്ത് ഇതുപോലെ റോഡിലും കയറി നിൽക്കും. തൊട്ടടുത്ത് കാട്ടുപോത്തുകളെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പൊതുവെ ഇവ ശാന്ത സ്വഭാവക്കാരാണ് എങ്കിൽ പോലും ഒരുപാട് അടുത്തൊന്നും പോയിട്ട് ടീസ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഇതുപോലെ വണ്ടിയോട് തൊട്ട് ചേർന്ന് കാട്ടുപോത്തുകളെ റോഡിൽ കാണാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി കൊടുക്കുക. അപ്പം ആ റോഡിൽ നിന്ന് മാറിയൊക്കെ നിൽക്കുകയാണെങ്കിൽ സേഫായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അവിടെ ചെന്നിട്ട് വണ്ടി ഇട്ട് റേസ് ചെയ്യാനോ അരപ്പിക്കാനോ ഓണടിക്കാനോ ഒന്നും നിൽക്കരുത്. കാരണം ഇത് വന്യജീവികളാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയാട്ടോ. ഇടയ്ക്ക് ഓരോ മഴയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ബെസ്റ്റ് ടൈം. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ വട്ടവടയൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടക്കൻ ടൈമാണ് ഈ ഒരു ശരിക്കും സീസൺ ടൈം. അതുകൊണ്ട് നമ്മൾ വട്ടവടയിലോട്ട് എത്തുമ്പോഴത്തേക്കും റോഡിന് താഴെയായിട്ട് തന്നെ നമുക്ക് കാണാം തട്ടായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് വട്ടവടയുടെ തനത് കാഴ്ചകളാണ്. ഇതാ കേട്ടോ നമ്മുടെ റിസോർട്ട്. വട്ടവടയിൽ ഒരു വലിയ കൊട്ടാരം പോലെയുള്ള ഒരു കിടുക്കൻ റിസോർട്ടിലാട്ടോ നമ്മളിന്ന് താമസിക്കുന്നത്. കോവിലൂർ റിസോർട്ട് കണ്ടോ, എന്നാ കിടിലൻ സെറ്റപ്പാന്ന് നോക്കിയേ. അപ്പം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല കാണിച്ചു തരാവേ. നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമൊക്കെ ഒന്ന് ആദ്യം കാണിച്ചു തരാം.
നമ്മൾ റിസോർട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. അന്നെ എടുത്തു. ഇത് നമ്മളങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് നേരെ നമ്മുടെ റൂമിലെത്തി കേട്ടോ. ഓഹോ, എനിക്കൊരു കിടുക്കർ റൂം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിടുക്കൻ റൂം. എനിക്ക് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി. നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി കേട്ടോ. പിന്നെ അതുകൂടാതെ നേരെ ഇതിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ കാണാം. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിമറിയാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, പിള്ളേർ ഓൾറെഡി വന്ന പാടെ നേരെ അതിലേക്ക് കയറി കഴിഞ്ഞു. സമയം കാര്യം 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കാരണം നല്ല ഒരു എന്താ പറയുക ഡാർക്കായിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ, അതായത് -1 നിന്ന് ഇറങ്ങി വരുന്നവിടെ തന്നെ ഇതുണ്ട്, ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ടീ സ്നാക്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായയും കാപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പഴംപൊരി നല്ല ഭംഗിയുണ്ട്. ഒണിയൻ പക്കോട തുറക്കാത്ത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് അന്നേരം തണുത്ത് പോകും, അത്രയ്ക്കും തണുപ്പാട്ടോ പുറത്ത്. നോക്കി നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഓ, എന്നാ രസം നോക്കി. നല്ല അടിപൊളിയായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ ആണ് ക്യാമ്പ് ഫയറിന് വേണ്ടി തന്നെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പ് ഫയറിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ട്. കാരണം നല്ല തണുപ്പാണ്. തണുപ്പത്ത് ഇത്തിരി നേരം വന്നിരുന്ന തീ കായാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പം തണുപ്പിൻ്റെ ഒരു ശമനം കിട്ടുമല്ലോ. രാത്രിയിൽ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും നോക്കിയേ, ഓ ശരിക്കും ഒരു കൊട്ടാരത്തിന് ലൈറ്റ് ഇട്ട പോലെ ഭയങ്കര രസമാണ്. അതുപോലെ പുറത്തിറങ്ങിയിട്ടേ തണുത്തിട്ട് ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ടേ. നമുക്ക് നമ്മുടെ ഡിഷസ് ഓരോന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആഗോലി ഫ്രൈ, അതുപോലെ ചീസി ചിക്കൻ റോൾ, പിന്നെ ഇതുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവം കൂന്തൽ നിറച്ചതെന്നാണ് പറഞ്ഞാൽ, നമുക്ക് നോക്കാം. പിന്നെ ഇത് ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ചപ്പാത്തിയും ചിക്കൻ മുഗളായും കൂടെ വരാനുണ്ട് കേട്ടോ. നമുക്ക് മെല്ലെ തുടങ്ങാം, അപ്പോഴത്തേക്കും ബാക്കി സാധനങ്ങൾ വരും. ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ. നമ്മുടെ പ്ലാൻ എന്നായിരുന്നു ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വട്ടവടയൊക്കെ ഒന്ന് കറങ്ങാൻ പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും മഴ കുറയുമെന്ന് നോക്കാം. ഇത് മഴ പെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു രസമായി കേട്ടോ, ആംബിയൻസായി. പക്ഷേ സൈറ്റ് സീയിങ്ങിന് പോകുന്നതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ റിസോർട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല അടിപൊളി രസമാണ്. ഈ മഴയും കണ്ട് ഓപ്പോസിറ്റ് മലയിലൊക്കെ നല്ല രീതിയിൽ കോട കയറിയിട്ടുണ്ട്. ഇതുണ്ടോ, ചുറ്റും മലയാട്ടോ, 2 സൈഡിലും. ഈ സൈഡിലും അതെ, അപ്പുറത്തെ സൈഡിലും അതെ, മൊത്തം മലകളാണ്. അവിടെ എല്ലാം കോട കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ജാമും ബട്ടറും, പിന്നെ അതുപോലെ ഇത് ജ്യൂസ് ചോക്കോസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ഫ്രൂട്ട്സ്, പിന്നെ ഇത് പൂരി, ഭാജി, ഇഡ്ഡലി, സാമ്പാർ, ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി, അതുപോലെ പുട്ട്, ചിക്കൻ മപ്പാസ്, വട, പാൻകേക്ക്, സോസേജ്, എഗ്ഗ്, ടീ കോഫി. അങ്ങനെ ലാവശ്യമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അവരോട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പോകാനുള്ള ജീപ്പ് എത്തിയിട്ടുണ്ട്. മഴ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഗ്യാപ്പിൽ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കയറി സെറ്റായിട്ട് നമുക്ക് പോയേക്കാം. കുഞ്ഞായി പോവാം. ഇപ്പോൾ വട്ടവട ഈ ഒരു ജീപ്പ് സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. ഒരുപാട് വ്യൂ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഈ പരിപാടിയെ. നോക്കിയേ, നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിന്റ് ആണേ. താഴെ ഫുള്ള് ഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നടുക്കൂടെ ഒരു വെള്ളച്ചാട്ടം ഇറങ്ങി വരുന്നുണ്ടോ.
നമ്മൾ ചിലന്തിയാർ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടേ. അവിടെ മുകളിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ഒരു കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്. ഇവിടെ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നടന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടുന്ന് മുകളിലേക്ക് കയറി ഒരു കേവ് ഉണ്ട്. വെള്ളം കുറവാണ്, മഴയില്ല, ചെളിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാം. അതല്ലെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു പോകാം. എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഒരു നല്ല അടിപൊളി ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ, ഫോറസ്റ്റ് തന്നെയാണ്. മഴയത്തോടെ എല്ലാം ചെളിയൊക്കെ ആയിട്ടെ തിന്നിയൊക്കെ കിടക്കുകയാണ്. ചിലപ്പോൾ ഉരുണ്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കേട്ടോ ചിലന്തിയാർ വാട്ടർഫോൾ. എനിക്ക് മുകളിലൊക്കെ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതുണ്ടോ, മഴ ഉള്ളതുകൊണ്ട് തന്നെ കലങ്ങിയാണ് വരുന്നത്. അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ ക്ലീൻ വാട്ടറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇതിലേ കയറി അപ്പുറത്തേക്ക് പോകണം, ഗുഹയുടെ അങ്ങോട്ട്. പക്ഷെ അവിടെ മഴ പെയ്തുകൊണ്ട് തന്നെ ചെളിയായി കിടക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് പോകുന്നത് അത്ര പന്തിയല്ല, ചെളിയായി കിടക്കുന്നതുകൊണ്ട് മാത്രം. അല്ലേ പോകാമായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ സ്ഥലം വിടുവാണേ. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അധികം നടക്കാനൊന്നുമില്ല. നടക്കുന്ന വഴി ഇതേ നല്ല അടിപൊളിയായിട്ട് വഴി തെളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ, ജീപ്പിന് വരുന്നവരെല്ലാം ഇവിടെ ഇറങ്ങി കണ്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ. പറ്റുന്നവർ ആ ഗുഹയിലും കയറണം. ഞാൻ കുട്ടികളുള്ളതുകൊണ്ടാണ് അതിൽ കയറാത്തത്. ഇതൊക്കെ താഴെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളയിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി വന്നിട്ട് ചെറിയ ചെക്ക് ഡാമൊക്കെ ഇട്ടപ്പോഴത്തേക്കും വെള്ളച്ചാട്ടമൊക്കെ പോയി കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വലിയ പാറയാണേ. ഈ ഒരു ജീപ്പ് സഫാരിയുടെ ഭാഗമായിട്ട് 2-3 ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട് കേട്ടോ. ഒരു ഓഫ് റോഡും അതുപോലെ തന്നെ ഒരു സ്ട്രോബെറി ഫാം വിസിറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ മഴ കാരണം പല സ്ഥലവും തെന്നിക്കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ 2-3 സ്പോട്ടൊക്കെ ക്യാൻസൽ ചെയ്തു. ഉണ്ട്, ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ എത്തി നിൽക്കുകയാണുള്ളത്. അതുകൊണ്ട് ആ താഴെ കോട ചെറുതായിട്ട് കയറി പോകുന്നതിനിടയ്ക്ക് ഏകദേശം ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ടല്ലേ ആ വലിയ ബിൽഡിങ്, അതാട്ടോ നമ്മുടെ റിസോർട്ട്. എനിക്ക് താഴെ കൂടെ കോട കയറി പോകുന്നത് ഉണ്ട്. ആ കാണുന്നതാണ് ആ ഒരു ചെറിയ കോടയുടെ പാച്ച് കാണുന്നില്ല, അവിടെയാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നത്. തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ കാണാം. നല്ല കിടുക്കനൊരു വ്യൂ പോയിൻ്റ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ മഴയുള്ളതൊരു കണക്കിന് നന്നായി, കാരണം നല്ല തണുപ്പ്, നട്ടുച്ചയ്ക്ക് നല്ല തണുപ്പാണ്. ഇവിടെ വ്യൂ പോയിന്റ് തന്നെ ഒരു ചായക്കടയുണ്ടേ. നമുക്കൊരു ചായ കുടിക്കാം. അടിപൊളി തണുപ്പത്ത് നമുക്ക് ഓരോ ചൂട് ചായ അങ്ങോട്ട് കുടിക്കാവേ. അത്യാവശ്യം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തത് കാര്യമെന്ന് പറയാം. കാരണം മഴ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കോട കയറിയത്. ഭയങ്കര പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഈ കോട അടിച്ച് ഇങ്ങനെ കയറി വരുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ ഇതിൻ്റെ ഫീൽ കിട്ടില്ല കേട്ടോ. ഇവിടെ വന്ന് നിന്ന് അനുഭവിക്കണം. വട്ടവടയിൽ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ മാസത്തിലൊക്കെ പൊതുവേ മഴ പെയ്യാറുണ്ട് കേട്ടോ. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബറിലൊക്കെ നമ്മുടെ കേരളത്തിലെ ജൂൺ, ജൂലൈ മുതലുള്ള കാലവർഷവും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്തുള്ള ഒരു കാലവർഷവും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 9 മാസവും മഴയും ബാക്കിയുള്ള ഒരു 3-4 മാസമൊക്കെയാണ് മാക്സിമം തെളിവുണ്ടാകുക എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോഴും ഇടയ്ക്ക് വേനൽ മഴയൊക്കെ ആയിട്ട് ഇവിടെ കിട്ടുകയും ചെയ്യും. നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ഇച്ചിരി താഴേക്ക് ഇറങ്ങി തെന്നുന്ന വഴിയായിരുന്നേ. അതിൽ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തെന്നലാണ് പോകുന്ന വഴിക്കൊക്കെ. വട്ടവട വാട്ടർഫോൾസ് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇതാണ് വട്ടവട വാട്ടർഫോൾസ്. അപ്പം ഇടയ്ക്ക് 2-3 മഴയൊക്കെ നല്ല രീതിയിൽ പെയ്തുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല തെന്നലുണ്ട്. അതുപോലെ ഈ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ മെല്ലെ ഈ ഒരു ഒറ്റയടിപ്പാത എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നടന്നു വരണം. തെന്നിയെ വീഴും. പിള്ളേരുകൊണ്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ വട്ടവട സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതേ അടിപൊളി മഴയായിട്ടുണ്ട്. ഇനിയിപ്പം നല്ല ഫുഡൊക്കെ കഴിച്ച് ഇവിടം കൂടാം. ഉച്ച കഴിഞ്ഞത്തെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും, കാരണം നല്ല മഴയാണ്. നമ്മുടെ ഐറ്റംസ് ഓരോന്നോരോന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നല്ല ചൂട് ചിക്കൻ സൂപ്പം കഴിച്ചേക്കാം. നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ. അതിൻ്റെ പുറകെ തന്നെ ഓരോന്നോരോന്ന് വന്നിട്ടുണ്ട്. നല്ല ആഗോലി ഫ്രൈ, പിന്നെ അതുപോലെ പൈനാപ്പിൾ സാലഡ്,
പിന്നെ നാടൻ ചിക്കൻ ഫ്രൈ. ഇനി അടുത്ത ഐറ്റംസ് വരാനുണ്ടേ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞേക്കുന്നത് വെജ് പുലാവ്, അതുപോലെ മൂന്നാർ സ്പെഷ്യൽ ചിക്കൻ കറി, പിന്നെ ചപ്പാത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. മഴയൊക്കെ അല്ല, നല്ല കട്ടിയിൽ ലഞ്ച് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. നോക്കി, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്നത് പോലെ ഉണ്ട്. മുകളിലായിട്ടാണ് സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്നത്. അതും ആ ഭാഗത്ത്. ഓക്കെ, പൂളിലേക്ക് നമുക്ക് പോകാം. മഴ കാരണം പൂളിൽ പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ. ഉണ്ട് ഇവിടെ ഒരു നമ്മുടെ താമസിക്കുന്ന മെയിൻ റൂംസ് കൂടാതെ കോട്ടേജസ് ഉണ്ട്. അതെ, അതാണ് കോട്ടേജ്. അതുപോലെ ബ്രിഡ്ജിൽ നിന്നിട്ടുള്ള കാഴ്ച കേട്ടോ. ബ്രിഡ്ജ് നേരെ വരുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മൾ ഡ്രീം ക്യാച്ചറിലൊക്കെ പോയപ്പോൾ കണ്ടില്ലായിരുന്നോ ഒരു ബ്രിഡ്ജ് മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന രീതിയിൽ? അതേ സെറ്റപ്പാട്ടോ ഇവിടെ. ഇതുണ്ടോ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്നുള്ള റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണേ. നല്ല മഴ പെയ്യുവാണ്. നമുക്കിവിടെ വന്നിട്ട് ശരിക്കും മിസ്സായ ഒരു സംഭവം ഈ പൂളിലാണ് കേട്ടോ. പൂളിൽ ചാടാൻ പറ്റിയില്ല. കാരണം ഇതുണ്ടല്ലേ, നമ്മൾ വന്നപ്പം മുതൽ തുടങ്ങിയ മഴയാണ്. തുള്ളി തോർന്നിട്ടില്ല. പെരുമഴയത്ത് എങ്ങനെ പൂളിൽ വന്ന് ചാടാനേ പിള്ളേരെയും കൊണ്ട്? തന്നെയല്ല, നല്ല തണുപ്പായിട്ടുണ്ട്. മഴ മാത്രമല്ല കേട്ടോ, ഡിസംബർ മാസത്തിലെ വട്ടവടയിലെ തണുപ്പല്ലേ. അപ്പോൾ പൂളി ചാടുന്ന കാര്യം ആലോചിക്കേ വേണ്ട. അതുകൊണ്ട് വന്ന് പൂളി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും സാരമില്ല, നമുക്കിത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ ജക്കൂസി ഉള്ളതുകൊണ്ട് അതിനകത്ത് ചൂടുവെള്ളമൊക്കെ ഇട്ട് ചാടി ചൂടുവെള്ളത്തിൽ ചാടാം. നല്ല സ്റ്റൈലായിട്ട് പണിതേക്കുന്ന ഇൻഫിനിറ്റി പൂളാട്ടോ. ഇവിടുന്ന് റിസോർട്ടിൻ്റെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് റിസോർട്ടിൻ്റെ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടാണ്. കണ്ടിട്ട് തണുപ്പ് പോകാതെ എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ. ില്ല നമ്മുടെ പ്ലേ ഏരിയ ഒക്കെ കൂടാതെ ഇവിടെ ഒരു കുറച്ച് ഇൻഡോർ യൂണിറ്റ്, കുറച്ച് റിക്രിയേഷൻ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. ടേബിൾ ടെന്നീസും. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ, അതായത് ഇവിടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഇവിടെ കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കോൺഫറൻസ് ഹാളും ഉണ്ട് കേട്ടോ. ഒരു നല്ല വിശാലമായ ഒരു ഏരിയ ആണ്. അപ്പം ഒരു മൾട്ടിപർപ്പസ് ഏരിയ എന്നൊക്കെ പറയാം. ഇതുണ്ടല്ലേ, ക്യാരംസ് ബോർഡും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ഒരു കോൺഫറൻസ് ഹാളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ശരിക്കും പറഞ്ഞാൽ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം പറ്റുന്ന ഒരു സ്പേസാണിത്. ഏതായാലും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്പേസും അതുപോലെ ഈ മൊത്തത്തിൽ ഈ റിസോർട്ടും ഒക്കെ. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ചെയ്തതിൽ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് റിസോർട്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥയും ഈ ഒരു സ്ഥലവും ഒക്കെ കൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഫുഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ മഴ കാരണം അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ ജക്കൂസി ഓൺ ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ പിള്ളേർ ഇതുകൊണ്ടില്ലേ, നല്ല തണുപ്പ്. അതുകൊണ്ട് ചൂടുവെള്ളത്തിലായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ചേട്ടാ എന്ത് ചെയ്യും? ചേട്ടാ എന്നാ ഇറങ്ങാതെ? ചേട്ടാ ഇപ്പൊ വരുവോ? പുറത്ത് ഇപ്പോഴും മഴ നല്ല തകർപ്പാണ്. നമുക്ക് ഏതായാലും വേറെ ഞാൻ പറഞ്ഞല്ലോ, ഉച്ച കഴിഞ്ഞ പരിപാടികളൊക്കെ ക്യാൻസലായി. മഴയത്ത് ഓരോ ചായ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുക കേട്ടോ. നല്ല അടിപൊളി പഴംപൊരി ഇവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പഴംപൊരി വളരെ ഒരു പ്രത്യേകതയാണ്. തേനും അതുപോലെ എള്ളും ഒക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണേ. മഴയത്ത് കാപ്പി പഴംപൊരിയൊക്കെ കഴിച്ചിരിക്കാം കേട്ടോ. ഇരുട്ടായിട്ടുണ്ട്, പക്ഷെ എന്നാൽ അധികം സമയമായിട്ടില്ല. ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. മഴയായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടുമായിട്ടുണ്ട്. അപ്പം കിടിലൻ 2 ദിവസത്തെ സ്റ്റേക്ക് ശേഷം നമ്മൾ മെല്ലെ ചെക്കൗട്ട് ചെയ്ത് പോകാൻ വേണ്ടി പോവാണേ. വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി. ഇന്ന് ഏതായാലും നമ്മൾ പോകുന്ന ദിവസമായതുകൊണ്ടാണ് തോന്നുന്നു മഴ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഏത് സമയം പെയ്യാവുന്നുള്ളൊരു കണ്ടീഷനിലാണ്. രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടവട കോവിലൂർ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ വാട്സാപ്പ് നമ്പറും അല്ലെങ്കിൽ ബുക്കിംഗ് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ഏകദേശം 7000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂമുകളുണ്ട്. അതുപോലെ നമ്മൾ താമസിച്ച ഹണിമൂൺ കോട്ടേജാണ് ജക്കൂസിയൊക്കെ ഉള്ളത്. അതിന് 9500 ആണ്. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് മാത്രം ചെറിയ ഡിഫറൻസ് വരും റേറ്റിൽ. അതല്ലെങ്കിൽ മിക്കവാറും ഈ റേറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി ട്രിപ്പ് വീഡിയോ, വട്ടവട കാഴ്ചകളും മൂന്നാർ കാഴ്ചകളും അതുപോലെ നമ്മുടെ പാമ്പാടും ഷോല ട്രക്കിങ്ങും നമ്മുടെ കോവിലൂർ റിസോർട്ടും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ട്രക്കിംഗ് വീഡിയോസ്, സ്റ്റേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.